സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും പടിയിറങ്ങിയ ദേവികയെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് ഇസബല്ലയുടെയും കെവിൻ്റെയും സഹായം അഭ്യർത്ഥിച്ച് നന്ദനാണെങ്കിൽ വരുമ്പോൾ അമിതമായിട്ട് ദേവികയോട് സ്നേഹം കാണിക്കുന്ന നന്ദനെ കണ്ടിട്ട് ഇസബല്ലയ്ക്ക് പുച്ഛമാണ് വരുന്നത്. ഫ്രണ്ട്ഷിപ്പ് പോലും കണ്ടാൽ മനസ്സിലാകാത്ത ദേവിയുടെ മനസ്സിൻ്റെ വലുപ്പം നിനക്കിനിയും മനസ്സിലായില്ലേ? അവളെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നാട്ടുകാരെന്തറിഞ്ഞിട്ടാണോ എന്തോ ഇങ്ങനൊരു പൊട്ടിപ്പെണ്ണിനെ MLA ആക്കിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് നന്ദനാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. ഈ കിട്ടിയ അവസരം എങ്ങനെയെങ്കിലും ദേവികയെ നന്ദനിൽ നിന്നും അകറ്റി തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് അവൾ പല കളികളും നോക്കുമ്പോൾ അതിന് കട്ട സപ്പോർട്ടായിട്ട് ഋഷിയും അതുപോലെ കെവിനും കൂടെ കൂടുന്നുണ്ട്. മാത്രമല്ല ചന്ദ്രോത്ത് വീട്ടിലുണ്ടായ ഈ തകർച്ച ആഘോഷിക്കാൻ ഋഷിയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അതേസമയം എങ്ങനെയെങ്കിലും ദേവികയെ തിരിച്ച് നന്ദൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രഭാവതി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വ്യക്തമായിട്ടറിയാം ദേവികയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ ഇനി ഒരിക്കലും നന്ദന് കിട്ടില്ല. സത്യങ്ങൾ തുറന്നു പറയാതെ ദേവികയുടെ തെറ്റിദ്ധാരണ മാറില്ല. എന്നാൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നന്ദനിൽ നിന്നും ദേവിക വീണ്ടും അകലാൻ സാധ്യതയുണ്ട്. ഋഷിയെ കൊലപ്പെടുത്തിയതിന് ശേഷം എന്തുകൊണ്ട് ആ കുറ്റം ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഏറ്റു പറഞ്ഞില്ല, അല്ലെങ്കിൽ തന്നോട് പോലും തുറന്നു പറഞ്ഞില്ല എന്നൊക്കെ അവൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അങ്ങനെ 100 കൂട്ടം സംശയം. സിദ്ധാർത്ഥനോട് പോലും സത്യങ്ങൾ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പ്രഭാവതിയോട് സിദ്ധു വന്ന് ചോദിക്കുന്നുണ്ട്. തൻ്റെ വിഷമം എന്താണെന്ന് എനിക്ക് ഊഹിക്കാം, പക്ഷേ തനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നന്ദനെക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനിയും താനത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മാത്രമല്ല പാവ ഒരു പെൺകുട്ടിയുടെയും നന്ദൻ്റെ ജീവിതം തകരുമെന്നുള്ള കാര്യം താൻ മറക്കണ്ട. ദേവിക വെറും വാക്ക് പറയാറില്ല. ബന്ധം ഒഴിയണമെന്നുള്ള അവളുടെ തീരുമാനം കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അവളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിൽ ഈ ഒരു വിഷയത്തെ വലിയ വാർത്തയാക്കി വാർത്താമാധ്യമങ്ങളിലും പൊതുജനങ്ങളുടെ മുമ്പിൽ ചന്ദ്രോത്ത് വീടിൻ്റെ അഭിമാനം തന്നെ ഇല്ലാണ്ടാക്കിയനെ. അത് വെച്ച് നോക്കുമ്പം പാവം ആ പെൺകുട്ടി എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ആരുടെ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇനിയെങ്കിലും തനിക്ക് നടന്നത് എന്താണെന്ന് തുറന്നു പറഞ്ഞൂടെ? സിദ്ധു വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നന്ദൻ ആ പെൺകുട്ടിയും ഒത്ത് ഹോട്ടൽ റൂം എടുത്തതാ. അല്ലാതെ സിദ്ധുവും ദേവികയൊക്കെ വിചാരിക്കുന്നത് പോലെ മറ്റൊരർത്ഥവും ഇല്ല. നന്ദനെ സംബന്ധിച്ച് ദേവികയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ആ സ്ഥാനത്ത് കാണാൻ പോലും പറ്റില്ല. നല്ല ന്യായ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും വിശ്വസിക്കും. തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ ആ ഫയൽ എടുത്തത് നന്ദനാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് മറച്ചു വെക്കാനല്ലേ താനും കൂട്ടുനിന്നത്. തനിക്കും ഇതിലെല്ലാം പങ്കുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധു ആണെങ്കിൽ പോകുമ്പോഴത്തേക്കും പ്രഭാവതി നിന്ന് സങ്കടപ്പെടുന്നുണ്ട്. തൻ്റെ ബാല്യകാല സുഹൃത്ത് വഴി ദേവികയുടെ തെറ്റിദ്ധാരണ മാറ്റാമെന്ന് അതേസമയം നന്ദനാണെങ്കിൽ വിചാരിക്കുന്നു. മുരളിയെ വെറും ഒരു ഡ്രൈവറായിട്ട് മാത്രമല്ല ഒരു കൂടപ്പിറപ്പിൻ്റെ സ്ഥാനമാണ് ദേവിക കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരളി വഴി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവികയുടെ തെറ്റിദ്ധാരണ മാറി വീണ്ടും അവൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് മുരളിയെ കാണാനായിട്ട് നന്ദനാണെങ്കിൽ ഭാർഗവി ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ പതിവില്ലാതെ നന്ദൻ കയറി വരുന്നത് കണ്ടിട്ടും ഭാർഗവിക്കും ഗൗരിക്കും അതുപോലെ മുരളിക്കൊക്കെ അതിശയം വരുന്നുണ്ട്. അപ്പം ഗൗരി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ല ഇതാരാ? കുറേ നാളായല്ലോ നന്ദനെ ഇങ്ങോട്ടേക്കൊക്കെ കണ്ടിട്ട്. ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. അതേസമയം ഭാർഗവി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നന്ദനോട് അല്പം ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്, അല്ല ഈ ഇസബല്ല ആരാ? അവൾ എന്തിനാ മോൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അവൾ കാരണമല്ലേ ദേവിക ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മാത്രമല്ല ഇതെങ്ങനെ എൻ്റെ പ്രഭകുഞ്ഞ് സഹിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദൻ പറയുന്നു, ഇസബല്ലയും ഞാനും തമ്മിൽ നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ ഒരു ബന്ധവുമില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഹോട്ടലിലും പലയിടത്തും പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ശരിയാ. അല്ലാതെ ദേവിക വിചാരിക്കുന്നത് പോലെ മറ്റൊരർത്ഥവുമില്ല. അത് ഗൗരിക്ക് അറിഞ്ഞൂടെ? ഞാൻ ദേവികയെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം മുരളിക്കും അറിയാമല്ലോ. അത് ശരിയാ. നന്ദൻ്റെ സ്വഭാവം മറ്റാരേക്കായും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. അടുത്തിടെയായിട്ടുള്ള നന്ദൻ്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പഴയ നന്ദനെ അല്ല. മുമ്പ് എന്ത് വിഷമമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും മുരളിയേട്ടനോട് പറയുമായിരുന്നു. ഇപ്പം മുരളിയേട്ടനിൽ നിന്നും ഒരുപാട് അകലുന്നുണ്ട് നന്ദൻ. പുതിയ കൂട്ടുകെട്ടുകളും പുതിയ സ്വഭാവവും എല്ലാം നന്ദനെ ഒരുപാട് മാറ്റിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് മുരളിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. അല്ല ഇതാരാ? നീ എന്താ വന്നത്? ഇങ്ങോട്ടേക്ക് തന്നെയാണോ വന്നത്? അതെന്താ മുരളി നീ അങ്ങനെ പറഞ്ഞത്? എനിക്കിങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? അതല്ല, ഡ്രൈവറുടെ സ്ഥാനത്ത് നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് ചോദിച്ചതാ. ഇനി എന്തെങ്കിലും ഓട്ടത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി. സോറിയടാ, അന്ന് എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയി. നീ എന്ത് കാര്യത്തിനും ദേവികയെ മാത്രം സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ അതിൻ്റെ സങ്കടത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് നിൻ്റെ ഒരു സഹായം വേണം എന്നും പറഞ്ഞ് മുരളിയും കൂട്ടി
നന്ദനാണെങ്കിൽ സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. അതായത് ഇസബെല്ലയും താനും തമ്മിൽ മറ്റൊരു അവിഹിത ബന്ധവും ഇല്ല, ആ കാര്യം നീ ദേവികയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അത് ഞാനെന്നല്ല, ആര് പറഞ്ഞിട്ടും കാര്യമില്ല, തെളിവ് ഉൾപ്പെടെ നേരിട്ടാണ് ദേവിക എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദേവികയോട് നീ തന്നെ പറയുന്നതായിരിക്കും വൃത്തി. ഓഹോ, എനിക്ക് വേണ്ടി നീ ഒരു സഹായം പോലും ചെയ്യില്ല എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? ഒരിക്കലും അങ്ങനല്ല. നിന്റെ പെരുമാറ്റവും രീതിയൊക്കെ എനിക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പഴയ നന്ദനാണെങ്കിൽ നീ മനസ്സിൽ വിചാരിക്കുന്നത് നിന്റെ മുഖത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴുള്ള നന്ദൻ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ വക കാര്യം പറഞ്ഞ് എന്നെ സമീപിക്കാൻ വരണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് ദേവികയോട് പറയാമല്ലോ എന്ന് പറഞ്ഞ് മുരളിയാണെങ്കിൽ നന്ദനെ അവോയ്ഡ് ചെയ്യുന്നു. അതും കൂടി ആകുമ്പോഴത്തേക്കും നന്ദൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. എന്തായാലും ഒരു പഴയ സുഹൃത്ത് എന്ന രൂപത്തിൽ ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ തുറന്നു പറയാം. നിന്റെ കൂടെ കൂടിയിരിക്കുന്ന ആ കെവിനും ഇസബെല്ലയും നല്ല ഉദ്ദേശത്തോടല്ല, സൗഹൃദം കൂടി നിന്റെ പിന്നാലെ നടക്കുന്നത്. അതൊരു ദിവസം നീ മനസ്സിലാക്കും. പക്ഷേ അന്നൊരുപാട് വൈകിയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ നീ അധികം ദുഃഖിക്കേണ്ടി വരില്ല. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണക്കാർ ഒരു കണക്കിന് അവരാണെന്നുള്ള കാര്യവും നീ മറക്കണ്ട എന്ന് പറയുമ്പം നന്ദു ആണെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്നുണ്ട്.